ഹലോ നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് MS വേർഡിലെ റഫറൻസ് എന്ന ടൂള് ഉപയോഗിക്കാമെന്നും ഈ റഫറൻസ് എന്ന ടൂളിൽ പ്രധാനമായിട്ട് വരുന്ന ഓപ്ഷൻസുകൾ ഏതൊക്കെയെന്നും അതെങ്ങനെ നമുക്ക് ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ റഫറൻസ് എന്ന് പറയുന്നത് MS വേർഡിൽ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂളൊന്നുമല്ല. വളരെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ റഫറൻസ് ഉപയോഗിക്കുന്നത്. അതായത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പല ഡോക്യുമെൻറ്റുകളൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ റഫറൻസ് എന്നുള്ള ടൂള് ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് മെയിനായിട്ട് റഫറൻസിൽ വരുന്ന ടൂളുകൾ, അതെങ്ങനെ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യം തന്നെ റഫറൻസിൽ വരുന്ന ടൂളാണ് ടേബിൾ ഓഫ് കണ്ടൻസ്. ഈ ടേബിൾ ഓഫ് കണ്ടൻസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഡോക്യുമെൻറ്റിലെ ഓരോ ഹെഡിങ്ങുകളും, അതായത് മെയിൻ ഹെഡിങ്ങുകൾ അല്ലെങ്കിൽ സബ് ഹെഡിങ്ങുകളൊക്കെ ഏത് പേജിലാണ് വരുന്നതെന്ന് നമുക്ക് പേജ് നമ്പർ സഹിതം ഡോക്യുമെൻ്റ് ഫസ്റ്റ് പേജിലായിട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ടേബിൾ ഓഫ് കണ്ടൻസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് ടേബിൾ ഓഫ് കണ്ടൻസ് ചെയ്യാമെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ കുറച്ച് പാരഗ്രാഫ് ആഡ് ചെയ്തു. ഓക്കെ, ഞാനിവിടെ വന്ന് റാൻഡ് എന്ന് ചേർത്ത് കൊടുത്തു. എത്ര പാരഗ്രാഫാണോ വേണ്ടത് അത് ചേർത്തു. ഞാനൊരു 30 പാരഗ്രാഫ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, നോർമലി നമ്മൾ ചെയ്യുന്ന രൂപത്തിൽ തന്നെ. ഇനി എന്ത് ചെയ്യണം, ഇതിന് ഓരോ പാരഗ്രാഫിന് അല്ലെങ്കിൽ ഓരോ പേജിലും ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ഹെഡിങ്ങുകൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഹെഡിങ് കൊടുക്കാൻ ഇപ്പോൾ ഇത്രയും ഭാഗം മാർജിനാണ്, മാർജിനിൽ നമുക്കൊന്നും ടൈപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്കിതിന് ഹെഡിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഏറ്റവും മുകളിൽ കൊണ്ടുപോയി വയ്ക്കുക, ജസ്റ്റ് എൻ്റർ അടിക്കുക. എന്നിട്ട് കീബോർഡിൽ അപ്പ് ആരോയിൽ ക്ലിക്ക് ചെയ്ത് കേഴ്സർ മുകളിലോട്ട് എടുക്കുക. എന്നിട്ട് ഇതിനൊരു ഹെഡിങ് കൊടുക്കുക. ഇപ്പം ഞാനിതിന് ഹെഡിങ് കമ്പ്യൂട്ടർ എന്ന് ചേർത്തു. ഇനി അതേപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ പേജ് എടുക്കുക, അതിന് നമുക്ക് വേറൊരു ഹെഡിങ് കൊടുക്കുക. ഇതിന് ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, മൗസ് എന്ന് ഹെഡിങ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതിന് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, മൗസ് എന്ന് ഹെഡിങ് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ അടുത്ത പേജ് ഞാനിവിടെ ഓപ്പൺ ചെയ്തു. ഇതിന് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, പ്രിൻ്റർ എന്നും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓരോന്നിനും ഹെഡിങ് നമ്മൾ ചോയ്സാണ്, ഇതന്നെ ആവണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണോ അത് ചേർത്ത് കൊടുക്കാം. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഒന്നാമത്തെ പേജിലേക്ക് പോവാം. ഇതിൻ്റെ ഈ ഹെഡിങ് നമുക്ക് സെലക്ട് ചെയ്യാം. ഹെഡിങ് എന്നുള്ളത് കമ്പ്യൂട്ടർ എന്ന് സെലക്ട് ചെയ്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് ആഡ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ടൂളുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിലിപ്പോൾ നമുക്ക് 3 ഓപ്ഷൻസുകളാണ് വരുന്നത്. ഒന്ന് ലെവൽ 1 ഉണ്ട്, ലെവൽ 2 ഉണ്ട്, ലെവൽ 3 ഉണ്ട്. ഈ ലെവൽ 1 എന്ന് പറഞ്ഞാൽ നമുക്ക് മെയിൻ ഹെഡിങ്ങുകളൊക്കെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മൾ ലെവൽ 1 ഉപയോഗിക്കാം. അതിൻ്റെ താഴെയുള്ള ഹെഡിങ്ങുകളാണെങ്കിൽ നമുക്ക്, അതായത് സെക്കൻഡ് സബ് ഹെഡിങ്ങുകളൊക്കെ വരുമ്പോൾ ലെവൽ 2 എന്ന് ഉപയോഗിക്കാം. അതിൻ്റെയും താഴെ വരുന്നതാണെങ്കിൽ നമുക്ക് ലെവൽ 3 ഉപയോഗിക്കാം. നമുക്കിപ്പോൾ ഇതിലുള്ളതെല്ലാം മെയിൻ ഹെഡിങ് ആയതുകൊണ്ട് ഇതിന് ഞാൻ ലെവൽ 1 എന്ന് ചേർത്തു. അതേപോലെ തന്നെ രണ്ടാമത്തെ ഹെഡിങ് സെലക്ട് ചെയ്തു. ഇതും നമുക്ക് എന്ത് ചെയ്യാം, ലെവൽ 1 തന്നെ ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ അടുത്ത ഹെഡിങ്ങും സെലക്ട് ചെയ്തു. ഇതിനും നമുക്ക് എന്ത് ചെയ്യാം, ലെവൽ 1 തന്നെ ചേർത്ത് കൊടുത്തു. അങ്ങനെ 3നും നമ്മൾ ഓരോ ഹെഡിങ് ചേർത്ത് കൊടുത്തു. ഇനി സാധാരണ ടേബിൾ ഓഫ് കണ്ടൻസ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യുന്നത് ഡോക്യുമെൻ്റ് ഫസ്റ്റ് പേജിലായിരിക്കും. അപ്പോൾ എവിടെയാണോ ടേബിൾ ഓഫ് കണ്ടൻസ് ഡിസ്പ്ലേ ഉണ്ടത് അവിടെ കേഴ്സർ കൊണ്ടുപോയി വെക്കുക. അപ്പോൾ ഇവിടെയാണെങ്കിൽ നമ്മളിവിടെ കേഴ്സർ കൊണ്ടുപോയി വെക്കുക. എന്നിട്ട് ടേബിൾ ഓഫ് കണ്ടൻസിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ വന്ന് ടേബിൾ ഓഫ് കണ്ടൻസിൽ നമുക്കിതിൽ ഒന്നാമത്തെ ഹെഡിങ് സെലക്ട് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്ത് വരും കമ്പ്യൂട്ടർ എന്നുള്ളത് ഒന്നാമത്തെ പേജ്, മൗസ് എന്നുള്ളത് രണ്ടാമത്തെ പേജ്, പ്രിൻ്റർ എന്നുള്ളത് മൂന്നാമത്തെ പേജ്. ഇങ്ങനെ ഓരോ ഹെഡിങ്ങുകളും നമുക്ക് ഏത് പേജിലാണെന്ന് നമുക്കിതുപോലെ പേജ് നമ്പർ സഹിതമായിട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരും. അപ്പോൾ ഇത്തരത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ടേബിൾ ഓഫ് കണ്ടൻസ് ഉപയോഗിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മളിതിൽ നോക്കാൻ പോകുന്നതാണ് അപ്ഡേറ്റ് ടേബിൾ. അപ്പോൾ എന്തിനാണ് അപ്ഡേറ്റ് ടേബിൾ ഉപയോഗിക്കുന്നത് നോക്കാം. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ പുതിയൊരു ഹെഡിങ് കൂടി കൊടുത്തു. എക്സാമ്പിൾ നമ്മളിവിടെ വന്ന് സ്കാനർ എന്ന് പറഞ്ഞൊരു ഹെഡിങ് കൂടി ചേർത്ത് കൊടുത്തു. സ്കാനർ എന്നൊരു ഹെഡിങ് കൂടി ചേർത്തു. ഓക്കെ, സ്കാനർ എന്നൊരു ഹെഡിങ് കൂടി ചേർത്തു. പക്ഷേ ആ ഹെഡിങ് എന്തായിട്ടില്ല, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അത് സെലക്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ വന്ന് ആഡ് ടെക്സ്റ്റിൽ ലെവൽ 1 കൊടുത്തു. പക്ഷേ ആ ഹെഡിങ് എന്ത് ചെയ്തിട്ടില്ല, ഈ ടേബിൾ ഓഫ് കണ്ടൻസിൽ ലിസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ആ ഹെഡിങ് കൂടി നമുക്ക് ടേബിൾ ഓഫ് കണ്ടൻസിൽ ലിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് അപ്ഡേറ്റ് ടേബിളിൽ ഇവിടെ രണ്ടാമത്തെ ഓപ്ഷന് അപ്ഡേറ്റ് എൻ്റയർ ടേബിളിൽ ജസ്റ്റ് ഓക്കെ അമർത്തിയാൽ ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്ത ആ സ്കാനർ എന്നുള്ളൊരു ഹെഡിങ് കൂടി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, ഇതിലേക്ക് ആഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഡോക്യുമെൻറ്റിലേക്ക് പുതിയൊരു ഹെഡിങ്ങുകൾ ആഡ് ചെയ്താൽ അത് നമുക്ക് ഈ ടേബിൾ ഓഫ് കണ്ടൻസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്ഡേറ്റ് ടേബിൾ ഉപയോഗിക്കുന്നത്. ഇനി ഈ കൊടുത്ത ടേബിൾ ഓഫ് കണ്ടൻസ് നമുക്ക് വേണ്ട, അത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ടേബിൾ ഓഫ് കണ്ടൻസിൽ ഇവിടെ റിമൂവ് ടേബിൾ ഓഫ് കണ്ടൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താൽ അത് ഒഴിവാകും. വീണ്ടും അത് തിരിച്ച് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയാണോ വേണ്ടത് അവിടെ കേഴ്സർ കൊണ്ടുപോയി വെച്ച് വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടേബിൾ ഓഫ് കണ്ടൻസ് ഉപയോഗിക്കുന്നത്.
ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഫുഡ് നോട്ട്സ്. ഈ ഫുഡ് നോട്ട്സിൻ്റെ ഉള്ളിൽ രണ്ട് കാര്യങ്ങളാണ് വരുന്നത്. ഒന്ന് ഇൻസേർട്ട് ഫുഡ് നോട്ടും അതേപോലെ തന്നെ ഇൻസേർട്ട് എൻഡ് നോട്ടും ഉണ്ട്. ഇത് രണ്ടിൻ്റെയും തമ്മിലുള്ള ഡിഫറൻറ്റ് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത്, ഇത് എവിടെ ഉപയോഗിക്കാമെന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ ഈ ഡോക്യുമെൻറ്റിലേക്ക് പല വേർഡ്സുകളുണ്ട്. ഇപ്പോൾ വീഡിയോ പ്രൊവൈഡ്, പവർഫുൾ, വേ ടു ഹെൽപ്പ് ഇങ്ങനെ കുറേ വേർഡ്സുകളൊക്കെ നമുക്കിതിൽ തന്നിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു വേർഡിനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ടുള്ള എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ റെഫറൻസ് അല്ലെങ്കിൽ ആ വേർഡിൻ്റെ മീനിങ് അതല്ലെങ്കിൽ ആ വേർഡിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഇങ്ങനെ നമുക്ക് അതേ പേജിൻ്റെ തന്നെ നേരെ താഴെ ചേർത്ത് കൊടുക്കുന്നതിനെയാണ് ഫുഡ് നോട്ട് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ പവർഫുൾ എന്നുള്ള വേർഡ് സെലക്ട് ചെയ്തു. അതിനുശേഷം ഞാനിവിടെ വന്ന് ഇൻസേർട്ട് ഫുഡ് നോട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ പവർഫുൾ എന്നുള്ള വേർഡിൻ്റെ കൂടെ ഇപ്പോൾ എന്ത് വന്നിട്ടുണ്ടാവും, ഒരു 1 എന്ന് തന്നിട്ടുണ്ടാവും, 1 എന്നുള്ളൊരു നമ്പർ തന്നിട്ടുണ്ടാവും. അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്താണോ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് അതേ പേജിൻ്റെ തന്നെ നേരെ താഴെ ഇതുപോലെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. നമുക്കിതിനേക്ക് എന്താണോ എക്സ്പ്ലനേഷൻ, ഞാൻ ജസ്റ്റ് ഒരു ടെക്സ്റ്റ് ഞാനിവിടെ ടൈപ്പ് ചെയ്തു. ഇനി അടുത്തൊരു വേർഡ് നമ്മൾ സെലക്ട് ചെയ്തു, അതിനും നമ്മൾ എന്ത് ചെയ്യാണ്, ഇൻസേർട്ട് ഫുഡ് നോട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും, അവിടെ ഇതിൻ്റെ മുകളിൽ ഇവിടെ 2 എന്നും വന്നിട്ടുണ്ടാവും. അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്താണോ അതിവിടെ തന്നിട്ടുണ്ടാവും. ഇങ്ങനെ ഒരു സെലക്ട് ചെയ്ത വേർഡിൻ്റെ മീനിങ്ങോ അല്ലെങ്കിൽ മറ്റു വിവരങ്ങളോ അതേ പേജിൻ്റെ തന്നെ നേരെ താഴെ വരുന്നതിനെയാണ് ഫുഡ് നോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഏത് വേർഡിനാണോ ഫുഡ് നോട്ട് കൊടുക്കേണ്ടത് ആ വേർഡ് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് അതിനെന്ത് ചെയ്യാം, ഇതുപോലെ നമുക്ക് എന്ത് ഫുഡ് നോട്ടാണോ വേണ്ടത് അത് ചേർക്കാം. ഇങ്ങനെ സെലക്ട് ചെയ്ത വേർഡിൻ്റെ മീനിങ്ങോ അല്ലെങ്കിൽ മറ്റു വിവരങ്ങളോ അതേ പേജിൻ്റെ തന്നെ നേരെ താഴെ വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫുഡ് നോട്ട് എന്ന് പറയുന്നത്. ഇതേ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഇതേ ഉപയോഗം തന്നെ നമുക്ക് ഡോക്യുമെൻ്റ് അവസാന പേജിൽ ചേർത്ത് കൊടുക്കുന്നതിനെയാണ് നമ്മൾ എൻഡ് നോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു വേർഡിന് എൻഡ് നോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻഡ് നോട്ട് കൊടുക്കാൻ ഏത് വേർഡിനാണോ എൻഡ് നോട്ട് കൊടുക്കേണ്ടത് ആ വേർഡ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ വന്ന് ഇൻസേർട്ട് എൻഡ് നോട്ടിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നോക്കൂ, ആ ഡോക്യുമെൻറ്റിൻ്റെ അവസാന പേജിലായിരിക്കും റോമൻ നമ്പർ ഫോർമാറ്റിൽ എൻഡ് നോട്ട് കൊടുക്കാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ടാവുക. അപ്പോൾ എന്താണോ വേണ്ടത് അങ്ങനെ ഏത് വേർഡിനാണോ നമുക്ക് എൻഡ് നോട്ട് കൊടുക്കേണ്ടത് ആ വേർഡ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ വന്ന് ഇൻസേർട്ട് എൻഡ് നോട്ട് കൊടുക്കുക. ഇങ്ങനെ സെലക്ട് ചെയ്ത വേർഡിൻ്റെ മീനിങ്ങോ അല്ലെങ്കിൽ മറ്റു വിവരങ്ങളോ അതേ പേജിൽ തന്നെ ചേർത്ത് കൊടുക്കുന്നതിന് ഫുഡ് നോട്ട് എന്നും ഡോക്യുമെൻ്റ് അവസാന പേജിൽ ചേർത്ത് കൊടുക്കുന്നതിന് എൻഡ് നോട്ട് എന്നും പറയും. അപ്പോൾ ഏത് വേർഡിനാണോ നമുക്ക് എൻഡ് നോട്ട് കൊടുക്കേണ്ടത് ആ വേർഡ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ വന്ന് ഇൻസേർട്ട് എൻഡ് നോട്ടിൽ ക്ലിക്ക് ചെയ്താൽ അത് ഡോക്യുമെൻ്റ് അവസാന പേജിലായിരിക്കും വരിക. ഫുഡ് നോട്ട് എന്ന് പറഞ്ഞാൽ സെയിം പേജിലും, എൻഡ് നോട്ട് എന്ന് പറഞ്ഞാൽ ഡോക്യുമെൻ്റ് അവസാന പേജിലും. ഒരു ഫുഡ് നോട്ടിൽ നിന്ന് നമുക്ക് അടുത്ത ഫുഡ് നോട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് നെക്സ്റ്റ് ഫുഡ് നോട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ അടുത്ത പേജിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്ത് പോവാം. ഇനി അതല്ല നമുക്ക് ബാക്കിലോട്ടാണ് വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് പ്രിവിയസ് ഫുഡ് നോട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ബാക്കിലോട്ടും വരാം. അപ്പോൾ ഒരു ഫുഡ് നോട്ടിൽ നിന്നും അടുത്ത ഫുഡ് നോട്ടിലേക്ക് പോകാൻ നമുക്ക് നെക്സ്റ്റ് ഫുഡ് നോട്ട് ഉപയോഗിക്കാം. അതേപോലെ നമുക്കത് ബാക്കിലോട്ടാണ് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ പ്രിവിയസ് ഫുഡ് നോട്ടും ഉപയോഗിക്കാം. ഇനി അതേപോലെ തന്നെ ഒരു എൻഡ് നോട്ടിൽ നിന്ന് അടുത്ത എൻഡ് നോട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വന്ന് നെക്സ്റ്റ് എൻഡ് നോട്ട് ഉപയോഗിക്കാം. അതേപോലെ തന്നെ നമുക്കത് ബാക്കിലോട്ടാണ് വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് പ്രിവിയസ് എൻഡ് നോട്ടും ഉപയോഗിക്കാം. അപ്പോൾ ഇതിനാണ് ഫുഡ് നോട്ടും അതേപോലെ തന്നെ എൻഡ് നോട്ടും ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഫുഡ് നോട്ട് ഏരിയയാണ് കാണണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ വലിയ പേജുകളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഫുഡ് നോട്ട് എന്ന് പറയുന്നതും അതേപോലെ എൻഡ് നോട്ട് എന്ന് പറയുന്നതും ഏറ്റവും അവസാനം അതേപോലെ ആ പേജിൻ്റെ നേരെ താഴെയായിരിക്കും. അപ്പോൾ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് മറ്റൊരു ഭാഗത്തേക്ക് പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആ ഭാഗം നമുക്ക് പെട്ടെന്ന് കാണിച്ചു തരാനൊക്കെ വേണ്ടിയിട്ടാണ് ഷോ നോട്ട്സ് ഉപയോഗിക്കുന്നത്. വ്യൂ ഫുഡ് നോട്ട് ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്ത ഫുഡ് നോട്ട് ഏരിയ കാണിക്കും. അതേപോലെ തന്നെ വ്യൂ എൻഡ് നോട്ട് ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്ത എൻഡ് നോട്ട് ഏരിയൻ്റെ ഭാഗവും കാണിക്കും. ഫുഡ് നോട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഷോ നോട്ട്സിൽ വ്യൂ ഫുഡ് നോട്ട് ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫുഡ് നോട്ട് ഏരിയ ഏതാണോ അത് കാണിക്കും. അതേപോലെ ഷോ നോട്ട്സിൽ വ്യൂ എൻഡ് നോട്ട് ഏരിയ ആണ് കൊടുക്കണമെങ്കിൽ നമ്മൾ ആ കൊടുത്ത എൻഡ് നോട്ട് ഏരിയ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരും. അപ്പോൾ ഇത്തരത്തിൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫുഡ് നോട്ട്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മളിവിടെ ചെയ്യാൻ പോണതാണ് സിറ്റുവേഷൻ ആൻഡ് ബിബ്ലോഗ്രാഫി. അപ്പോൾ എന്തിനാണ് അത് ഉപയോഗിക്കുന്നത്, അത് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്ന് നോക്കാം. ഞാനിവിടെ ഒരു വേർഡ് ടൈപ്പ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ നമ്മൾ ഗാന്ധി പറഞ്ഞൊരു വേർഡായ ഡു ഓർ ഡൈ എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഈ വേർഡ് ആരാണ് പറഞ്ഞു, എവിടെ വെച്ചിട്ടാണ് പറഞ്ഞു, എന്തിനാണ് പറഞ്ഞു, അങ്ങനെ ഈ വേർഡുമായിട്ട് ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇൻസേർട്ട് സിറ്റുവേഷന് ഉപയോഗിക്കുന്നത്. ആരാണ് ഈ വേർഡ് പറഞ്ഞതെന്നും എവിടെ വെച്ചിട്ടാണ് പറഞ്ഞതെന്നും എന്താവശ്യത്തിനാണ് പറഞ്ഞതെന്നും ഏതിലാണ് പറഞ്ഞതെന്നും അങ്ങനെ ഈ വേർഡുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ ഡീറ്റെയിൽസുകളൊക്കെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇൻസേർട്ട് സിറ്റുവേഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ എങ്ങനെ ഇൻസേർട്ട് സിറ്റുവേഷൻ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഇൻസേർട്ട് സിറ്റുവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസേർട്ട് സിറ്റുവേഷനിൽ പോവുക. എന്നിട്ട് ഇവിടെ വന്ന് ആഡ് ന്യൂ സോഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിതുപോലൊരു ബോക്സ് തുറന്നു വരും. ഇവിടുന്ന് ടൈപ്പ് ഓഫ് സോഴ്സ് ചോദിക്കുന്നുണ്ട്, എവിടെ നിന്നാണ് നമുക്ക് ഈ വേർഡ് കിട്ടിയെന്ന്, ഈ കാണുന്ന വേർഡ് നമുക്ക് എവിടെ നിന്നാണ് കിട്ടിയെന്ന്. അപ്പോൾ ഇതിൽ കുറേ ഓപ്ഷൻ ഉണ്ട്. ബുക്ക് ഉണ്ട്, ബുക്ക് സെക്ഷൻ ഉണ്ട്, ജേർണൽ ആർട്ടിക്കിൾ ഉണ്ട്, ആർട്ടിക്കിൾ ഇൻ പീരിയോഡിക്കൽ ഉണ്ട്, കോൺഫറൻസ് പ്രൊസീഡിംഗ് ഉണ്ട്, റിപ്പോർട്ട്സ് ഉണ്ട്. ഇനി ഇതൊരു സിനിമീത്തെ ഡയലോഗ് ആണെങ്കിൽ അത് സെലക്ട് ചെയ്യാനുള്ള ഫിലിം ഉണ്ട്. അങ്ങനെ എവിടെ നിന്നാണ് ഈ വേർഡ് കിട്ടിയെന്നുള്ളത് നമ്മൾ ഇവിടുന്ന് മെൻഷൻ ചെയ്യണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ബുക്ക് സെലക്ട് ചെയ്യുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓതറാണ്, ആരാണ് ഈ ബുക്ക് എഴുതി അവരെ പേരാണ്. അപ്പോൾ ഞാനിവിടെ വന്ന് ഗാന്ധി എന്ന് ചേർത്ത് കൊടുത്തു. ഇനി ബുക്കിൻ്റെ ടൈറ്റിൽ എന്താണെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഏത് വർഷമാണ് ഈ ബുക്ക് പബ്ലിഷ് ചെയ്തത് ആ വർഷം എത്രയാണോ അത് എഴുതി കൊടുക്കുക. അതേപോലെ ഏത് സ്ഥലത്ത് വെച്ചിട്ടാണ് ഈ ബുക്ക് പബ്ലിഷ് ചെയ്തത് ആ സ്ഥലത്തിൻ്റെ പേരും ഏത് കമ്പനിയാണോ ഈ ബുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്തത് അവരെ പേരും നമ്മളിവിടെ ചേർത്ത് ജസ്റ്റ് ഓക്കെ അമർത്തുകയാണെങ്കിൽ നമുക്കിവിടെ കാണിക്കും ഗാന്ധി ഇൻ 1925 എന്ന്. ഇനി ഈ കൊടുത്ത വിവരങ്ങളിൽ തന്നെ നമുക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനോ അതല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാനോ അതല്ലെങ്കിൽ കൂടുതലായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, മാനേജ് സോഴ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യാം. മാനേജ് സോഴ്സിൽ പോയതിന് ശേഷം നമുക്കിവിടെ വന്ന് ഇത് കറൻറ്റ് ലിസ്റ്റ് ഇവിടെ തന്നിട്ടുണ്ട്, അത് സെലക്ട് ചെയ്തിട്ട് നമുക്കിതിലേക്ക് വേണ്ട കൊടുത്ത എല്ലാ ഡീറ്റെയിൽസുകളും ഉണ്ട്. ഇത് നമുക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനോ അപ്ഡേറ്റ് ചെയ്യാനോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെന്ത് യൂസ് ചെയ്യുന്നത്, ഇവിടെ വന്ന് ഇൻസേർട്ട് ക്യാപ്ഷന് അത് നമ്മളിവിടെ വന്ന് മാനേജ് സോഴ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ കൊടുത്തതിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാനോ അതല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുത്തണമെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് മാനേജ് സോഴ്സ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തപ്പോൾ കുറേ വിവരങ്ങൾ നമ്മളിപ്പോൾ ഇവിടെ കാണുന്ന വിവരങ്ങളല്ല, ഇതിനേക്കാൾ കൂടുതൽ വിവരങ്ങൾ നമ്മൾ ചേർത്ത് കൊടുത്തിരുന്നു. പക്ഷേ നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുമ്പോൾ ആ മുഴുവൻ വിവരങ്ങളും നമുക്കിവിടെ കാണിച്ചു തരുന്നില്ല. അപ്പോൾ നമ്മൾ ആ കൊടുത്ത വിവരങ്ങൾ മുഴുവനായിട്ടും നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ബിബ്ലോഗ്രാഫി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്താൽ ആ കൊടുത്ത വിവരങ്ങൾ മുഴുവനായിട്ടും നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും. നമ്മളൊരു പ്രൊജക്റ്റോ അല്ലെങ്കിൽ ഒരു അസൈൻമെൻ്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഈ ബിബ്ലോഗ്രാഫി എന്ന് പറയുന്നത് ആ ഡോക്യുമെൻറ്റിൻ്റെ അവസാന പേജിലായിരിക്കും വരിക. അപ്പോൾ ഇതിനെക്കുറിച്ച് മുഴുവനായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് സ്ക്രീനിൽ ജസ്റ്റ് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ബിബ്ലോഗ്രാഫി ഉപയോഗിക്കുന്നത്. ഇനി സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ഓരോ സ്റ്റൈൽ കൊടുക്കുമ്പോഴും ഇതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ നമുക്കിതുപോലെ ഡിസ്പ്ലേ ചെയ്ത് വരും. ഓരോ സ്റ്റൈൽ കൊടുക്കുമ്പോഴും അതിനനുസരിച്ച് ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഓരോ മാറ്റങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്ത് വരും. അപ്പോൾ അത്തരത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, സിറ്റുവേഷൻ ആൻഡ് ബിബ്ലോഗ്രാഫി ഉപയോഗിക്കുന്നത്. ഇനി അടുത്തത് വരുന്നതാണ് ഇൻസേർട്ട് ക്യാപ്ഷൻസ്. ക്യാപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു പിക്ചർ കൊടുക്കുകയാണെങ്കിൽ ആ പിക്ചറിൻ്റെ താഴെ നമുക്ക് ആ പിക്ചറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇൻസേർട്ട് ക്യാപ്ഷന് ഉപയോഗിക്കുന്നത്. അതായത് ആ പിക്ചറിനൊരു അടിക്കുറിപ്പ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇൻസേർട്ട് ക്യാപ്ഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ എങ്ങനെ ഇൻസേർട്ട് ക്യാപ്ഷൻ ചെയ്യണമെന്ന് നോക്കാം. ഇൻസേർട്ട് ക്യാപ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻസേർട്ട് ക്യാപ്ഷനിൽ പോവുക. എന്നിട്ട് എന്താണോ നമുക്കിതിന് ക്യാപ്ഷനായിട്ട് വേണ്ടത് അത് ചേർക്കാം. ഞാനിവിടെ ക്യാപ്ഷനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് ഫ്ലവർ എന്ന് ചേർത്ത് കൊടുത്തു. അതിനുശേഷം ഓക്കെ അമർത്തുക. ഇനി നിങ്ങൾ എൻ്റർ കീ ഒന്നും ഉപയോഗിക്കാതെ തന്നെ, അതായത് എൻ്റർ കീ ഒന്നും യൂസ് ചെയ്യാതെ തന്നെ നേരെ നിങ്ങൾ ഇൻസേർട്ടിൽ പോവുക. അതിനുശേഷം പിക്ചറിൽ പോവുക. ദിസ് ഡിവൈസിൽ ക്ലിക്ക് ചെയ്യുക. നമ്മളെ കമ്പ്യൂട്ടറിലെ പിക്ചേഴ്സൊക്കെ ഇവിടെ കാണിക്കും. ഇതിലേതെങ്കിലും ഒരു പിക്ചർ നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പിക്ചർ ഞാൻ ഇവിടുന്ന് സെലക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുത്തു. പിക്ചർ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇൻസേർട്ട് ചെയ്ത പിക്ചർ വലിപ്പം കൂടുതലാണെങ്കിൽ അതെന്ത് ചെയ്യാം, ഇവിടെ വന്ന് നിങ്ങൾക്ക് സൈസ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. ഇത്രയും ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഏറ്റവും അവസാനത്ത് കൊണ്ടുപോയി വെച്ചിട്ട് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എൻ്റർ അടിക്കുക. ഇനി നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഡോക്യുമെൻറ്റിലേക്ക് ഫസ്റ്റ് പേജിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ഭാഗത്തായിട്ട് നമ്മൾ യൂസ് ചെയ്യും
നമ്മളെ ഡോക്യുമെൻറ്റിൽ ഉപയോഗിച്ച ഓരോ പിക്ചറുകളും ഏത് പേജിലാണ് വരുന്നതെന്ന് നമുക്ക് ലിസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഇവിടെ ഈ ബിബ്ലോഗ്രാഫി ഇവിടെ വന്ന് ഇൻസൈഡ് ക്യാപ്ഷൻ ഉപയോഗിച്ചിട്ട് കൊടുത്ത പിക്ചറുകളൊക്കെ ഏത് പേജിലാണ് വരുന്നത് നമുക്ക് പേജ് നമ്പർ സഹിതം ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇൻസൈഡ് ടേബിൾ ഓഫ് ഫിഗർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഇവിടെ വന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്കിവിടെ കാണിക്കും ഫിഗർ 1 ഫ്ലവർ എന്നുള്ളത് 1ാമത്തെ പേജിലാണെന്ന്. ഇങ്ങനെ കൊടുത്ത ഓരോ പിക്ചേഴ്സും ഏത് പേജിലാണ് വരുന്നത് നമുക്കിതുപോലെ പേജ് നമ്പർ സഹിതം ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇൻസെർട്ട് ടേബിൾ ഓഫ് ഫിഗർ ഉപയോഗിക്കുന്നത്. ഇനി അതേപോലെ തന്നെ വരുന്ന മറ്റൊരു ടൂളാണ് ക്രോസ് റെഫറൻസ്. ക്രോസ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ ആൾറെഡി ഇപ്പോൾ ഫ്ലവർ എന്നുള്ളൊരു പിക്ചർ നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി വീണ്ടും നമുക്ക് എന്ത് ചെയ്യണം, ആ പിക്ചർ നമുക്ക് മറ്റൊരു ഭാഗത്തേക്ക് വീണ്ടും ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാൻ അല്ലെങ്കിൽ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ക്രോസ് റെഫറൻസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ക്രോസ് റെഫറൻസിൽ പോവുക. നമ്മളിവിടെ കൊടുത്ത ഇപ്പോൾ ഇവിടെ വന്ന് ഫിഗറാണ്, ആ ഫിഗർ ചേർത്ത് കൊടുത്താൽ നമുക്ക് ആ ഫിഗർ ഇവിടെ, അതായത് നമ്മൾ കൊടുത്ത ഫിഗറുകളൊക്കെ ഇവിടെ കാണിക്കും. ഫിഗർ മാത്രമല്ല, നമുക്കിവിടെ വന്ന് ഹെഡിങ് ഉണ്ടെങ്കിൽ ഹെഡിങ് ഇവിടെ കാണിക്കും, അതേപോലെ തന്നെ ബുക്ക് മാർക്ക് ഉണ്ടെങ്കിൽ അത് കാണിക്കും, ഫുഡ് നോട്ട്, അങ്ങനെ ഓൾറെഡി നമ്മളിവിടെ നേരത്തെ ചേർത്ത് വെച്ച എല്ലാ ഡീറ്റെയിൽസുകളും നമുക്ക് എന്ത് ചെയ്യും, ക്രോസ് റെഫറൻസിൽ ഇവിടെ അവൈലബിൾ ആണ്. ഇതിൽ നമ്മൾ എന്ത് ചെയ്തു, ഫിഗർ സെലക്ട് ചെയ്തു. ആ ഫിഗറിൻ്റെ ഉള്ളിൽ നമ്മൾ ആ കൊടുത്ത പിക്ചർ ഇവിടെ തന്നിട്ടുണ്ട്, അത് ഇൻസേർട്ട് ചെയ്ത് കൊടുത്താൽ ജസ്റ്റ് ആ പിക്ചർ നമുക്ക് എന്ത് ചെയ്യും, ഇതുപോലെ ഡിസ്പ്ലേ ചെയ്ത് വരും. അപ്പോൾ എത്ര തവണ നമ്മൾ ഈ ക്രോസ് റെഫറൻസിൽ പോയിട്ട് ഈ ഫ്ലവറിൽ ഇൻസേർട്ട് ചെയ്യണോ അത്രയും തവണ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഡോക്യുമെൻറ്റിൽ ആ പിക്ചർ ആഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത്തരത്തിൽ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ക്രോസ് റെഫറൻസ് ഉപയോഗിക്കുന്നത്. ഇനി അടുത്തൊരു ടൂൾ കൂടി നമുക്ക് നോക്കാം. അടുത്തൊരു ടൂളാണ് ഇൻഡെക്സ്. ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ പദസൂചികയാണ്. പദസൂചിക എന്ന് പറഞ്ഞാൽ നമ്മളെ ഡോക്യുമെൻറ്റിൽ ഓരോ പ്രധാനപ്പെട്ട ഹെഡിങ്ങുകളും പ്രധാനപ്പെട്ട വേർഡ്സുകളും ഏത് പേജിലാണ് വരുന്നതെന്ന് നമുക്ക് പേജ് നമ്പർ സഹിതം ഡോക്യുമെൻറ്റിൻ്റെ ഏറ്റവും അവസാന പേജിൽ ചേർത്ത് കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഡെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ ഒരു ഇൻഡെക്സ് ചെയ്യാം, ഇൻഡെക്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, ഇൻഡെക്സ് എന്തിനാണ് ഉപയോഗിക്കുന്നത്, എങ്ങനെ ഉപയോഗിക്കുന്നത് എന്നാണ് അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഒരു ഇൻഡെക്സ് ചേർത്ത് കൊടുക്കാൻ നമുക്ക് കുറച്ചധികം പേജ് ഉണ്ടാവുന്നത് നല്ലതാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യേണ്ടത്, ഒരു 30 പാരഗ്രാഫ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഇൻഡെക്സ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യേണ്ട വേർഡ്സുകൾ ഏതൊക്കെയാണോ അത് സെലക്ട് ചെയ്യുക. ആദ്യത്തെ ഒരു വേർഡ് എന്നുള്ളത് പവർഫുള്ളാണ്, അത് സെലക്ട് ചെയ്തു. മാർക്ക് എൻട്രിയിൽ പോവുക, എന്നിട്ട് ഇവിടെ വന്ന് മാർക്ക് ചെയ്യുക. ഇനി അടുത്ത വേർഡ് അത് ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു വേർഡ് സെലക്ട് ചെയ്തു. എഗെയിൻ നമുക്ക് എന്ത് ചെയ്യാം, മാർക്ക് എൻട്രിയിൽ പോയി മാർക്ക് ചെയ്യാം. ദെൻ ക്ലോസ് ചെയ്തു. വീണ്ടും അടുത്തൊരു വേർഡ് നമ്മൾ എന്ത് ചെയ്തു, സെലക്ട് ചെയ്തു, മാർക്ക് എൻട്രിയിൽ പോയി മാർക്ക് ചെയ്തു. അങ്ങനെ എല്ലാ പേജിൽ നിന്നും നമുക്ക് ആ ഇൻഡെക്സിലേക്ക് ആവശ്യമായിട്ടുള്ള വേർഡുകൾ എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യുക, ഇവിടെ വന്ന് മാർക്ക് ചെയ്യുക. ദെൻ അടുത്തൊരു വേർഡ് നമ്മൾ ഇവിടെ നിന്ന് സെലക്ട് ചെയ്തു, എന്നിട്ട് മാർക്ക് എൻട്രിയിൽ പോയി മാർക്ക് ചെയ്തു, എന്നിട്ട് ഇവിടെ വന്ന് ആഡ് ചെയ്തു. അങ്ങനെ ഏതൊക്കെ വേർഡുകളാണോ നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ആ വേർഡുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സെലക്ട് ചെയ്യുക, മാർക്ക് എൻട്രിയിൽ പോവുക, മാർക്ക് ചെയ്യുക. ഇങ്ങനെ എത്ര വേർഡുകൾ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ വേർഡുകളൊക്കെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിൽ കുറച്ച് സ്പെഷ്യൽ സിമ്പിൾസ് അല്ലെങ്കിൽ സ്പെഷ്യൽ ക്യാരക്ടേഴ്സുകളൊക്കെ ഇവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ടാവും. അപ്പോൾ അതെല്ലാം നമുക്ക് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ഹോമിൽ പോയിട്ട് ഇവിടെ ഷോ ആൻഡ് ഹൈഡ് എന്നുള്ളൊരു മെത്തേഡ് ഉണ്ട്. അപ്പോൾ അതിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഇതിൽ നമ്മൾ ഇവിടെ ചേർത്ത് കൊടുത്ത ഈ ഇൻഡെക്സ് ചേർത്ത് കൊടുത്തപ്പോൾ അഡീഷണലായിട്ട് ഇതിൽ വന്ന ആ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യും, ഇതിന്ന് നമുക്കിതുപോലെ ഒഴിവാക്കാം. ഇത്രയും ചെയ്തതിന് ശേഷം സാധാരണ ഇൻഡെക്സ് എന്ന് പറയുന്നത് ഡോക്യുമെൻ്റ് അവസാന പേജിലായിരിക്കും. അപ്പോൾ എവിടെയാണോ ഇൻഡെക്സ് വരേണ്ടത് അവിടെ കേസർ കൊണ്ടുപോയി വെക്കുക. റെഫറൻസിൽ പോവുക, അതിനുശേഷം ഇവിടെ വന്ന് ഇൻസേർട്ട് ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ വന്ന് ഏത് ഫോർമാറ്റിലാണോ നമുക്ക് ഇൻഡെക്സ് ഡിസ്പ്ലേ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നത്. ഞാനിവിടെ ഒന്നും കൂടി മോഡേൺ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ഫാൻസി എന്നുള്ളത് ചേർത്തു. ഇനി എത്ര കോളായിട്ടാണോ വേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കാം. ഞാൻ 2 കോളായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ജസ്റ്റ് എന്ത് ചെയ്യുക, ഓക്കെ അമർത്തിയാൽ നമ്മൾ നേരത്തെ ആ മാർക്ക് എൻട്രിയിലേക്ക് ആഡ് ചെയ്ത ഓരോ വേർഡുകളും ഏത് പേജിലാണ് വരുന്നത് അക്ഷരമാലാക്രമത്തിൽ നമുക്കിവിടെ കാണിക്കും. ഇപ്പോൾ ബിയിൽ വരുന്ന ബെസ്റ്റ് എന്നുള്ളത് 1ാമത്തെ പേജിലാണ്, സിയിൽ വരുന്ന കോർഡിനേറ്റഡ് എന്നുള്ളത് 2ാമത്തെ പേജിലാണ്, ഡിയിൽ വരുന്ന ഡോക്യുമെൻ്റ് എന്നുള്ളത് 3ാമത്തെ പേജിലാണ്, എന്നിൽ വരുന്ന നീഡ് എന്നുള്ളത് 2ാമത്തെ പേജിലും, പിയിൽ വരുന്ന പവർഫുൾ എന്നുള്ളത് 1ാമത്തെ പേജിലും, പ്രൊവൈഡേഴ്സ് എന്നുള്ളത് 1ാമത്തെ പേജിലും ആണെന്ന് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും. അങ്ങനെ നമ്മളെ ഡോക്യുമെൻറ്റിലെ ഓരോ പ്രധാനപ്പെട്ട ഹെഡിങ്ങുകളും ഏത് പേജിലാണ് വരുന്നത് നമുക്കിതുപോലെ പേജ് നമ്പർ സഹിതം ഡിസ്പ്ലേ ചെയ്യിപ്പിക്കാനാണ് ടേബിൾ ഓഫ് കണ്ടൻസ് ഉപയോഗിക്കുന്നത്.
ഇൻഡെക്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞത് റഫറൻസ് എന്ന വേർഡിൽ നമ്മളൊരു ജോബിൽ അല്ലെങ്കിൽ ജോലിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടും അതായത് ഫ്രീക്വൻ്റ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് ടൂളുകളാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് അല്ലെങ്കിൽ കൂടുതലായിട്ട് നമ്മുടെ ക്ലാസ്സുകളെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. മാക്സിമം വാട്സപ്പ് മെസ്സേജ് വഴി കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.